നമസ്തേ. മൂവാറ്റുപുഴ സുഖജീവൻ ഷുഗർ ബേസ് ഓൺലൈൻ യോഗയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളുടെ ഷുഗർ ബേസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള യോഗാസനമാണ് ചെയ്യാൻ പോകുന്നത്. ദിവസവും നമ്മൾ യോഗാസനം മുടക്കം കൂടാതെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് യോഗ പരിശീലിച്ചവർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് യോഗ പരിശീലിച്ചവർക്ക് അവർക്ക് മറന്നു പോവുകയാണെങ്കിൽ ഒന്നുകൂടെ ഓർക്കുവാനും ഇടയ്ക്കൊന്ന് നോക്കാനും വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. യോഗ ഞാൻ വിശദമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. യോഗ പഠിക്കാത്തവര് ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേണ്ട പോലെ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഈ യോഗ പ്രയോജനപ്പെടുള്ളൂ. യോഗ ചെയ്യാൻ വേറെ കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. അതുപോലെ ചില രോഗമുള്ളവർ ചില യോഗ ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹെൽത്ത്, ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തിട്ട് വേണം നമുക്ക് യോഗയിലേക്ക് വരാൻ. അതുകൊണ്ടുകൂടി ഒരു യോഗ ആചാര്യന്റെ സാന്നിധ്യത്തിൽ യോഗ ചെയ്യാതിരിക്കും ഏറ്റവും യുക്തം എന്ന് പറയാറുണ്ട്. യോഗാസനം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷീറ്റ് ഇട്ട് നിലത്ത് കിടന്ന് യോഗ ചെയ്യാൻ പാടില്ല, ഷീറ്റ് വേണം. അതുപോലെ കിടന്നിട്ട് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിൽ കൊണ്ടുപോകണം, ശ്വാസം എടുത്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യണം. അതുപോലെ ശ്വാസം നമ്മളുടെ അബ്ഡോമൽ ബ്രീത്ത് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വേണം യോഗയിലേക്ക്. ഓടിയൊന്നും യോഗയിലേക്ക് വരരുത്. അതുപോലെ യോഗ കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് ഓടുകയും ചെയ്യരുത്. ഒരു കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും നമ്മൾ ശവാസനത്തിൽ കിടക്കണം. അതിന്റെ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിനിടയ്ക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്നത്. കിടന്നുകൊണ്ടുള്ള യോഗയാണ്. ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായാലും കിടക്കും, പിന്നെ ഇരിക്കും, പിന്നെ നിൽക്കും. ഇങ്ങനെയാണുള്ള പതിവ്. അപ്പൊ അതുകൊണ്ട് ഞാനും ഈ യോഗ ഈ വഴിക്കാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണത് മലർന്ന് കിടക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ ഇടതുകാലം ഉയർത്തുകയാണ്. കൈകൾ നമ്മൾ മടക്കി ചുരുട്ടി രണ്ട് സൈഡിലും വെക്കും. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകാലം ആദ്യം ഉയർത്തും. ശ്വാസം വിട്ടുകൊണ്ട് താഴെ കൊണ്ടുപോയി. പിന്നെ വലതുകാലം ഉയർത്തും. ശ്രദ്ധിക്കേണ്ടത് കാലിന്റെ വിരൽ ഇങ്ങനെ ചൂണ്ടിയിരിക്കണം, മുട്ട് മടക്കാൻ പാടില്ല. അതുപോലെ അതിങ്ങനെ 90 ഡിഗ്രി വെക്കാൻ നമുക്ക് ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു 60 ഡിഗ്രി ഒക്കെ, ഒരു 3 ഡിഗ്രി ഒക്കെ ഉയരത്തിലേക്ക് നിർത്തും. അപ്പോഴാണ് ശരിക്കുള്ള പിടുത്തം ഉണ്ടാവുള്ളൂ. സാവധാനമാണ് കാല് കൊണ്ടുവയ്ക്കണം, എങ്കിലേ നമുക്ക് വയറിന് പിടുത്തം വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇടതുകാലും വലതുകാലും നമുക്കൊരു 20 പ്രാവശ്യം ചെയ്യാം സാധാരണ യോഗാസനം ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു യോഗാസനം കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. നമ്മളുടെ ബ്രീത്തിങ്ങിന്റെ എണ്ണം നോർമലായ ശേഷമേ രണ്ടാമത്തെ യോഗാസനം ചെയ്യാൻ പാടുള്ളൂ. ഒരെണ്ണം ചെയ്ത് ഉടനെ തന്നെ അടുത്ത് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇടയ്ക്ക് ഓരോ യോഗാസനം റെസ്റ്റ് വേണം. ഓരോ യോഗാസനം കഴിയുമ്പോഴും ശരീരത്തിൽ വന്ന മാറ്റം മനസ്സുകൊണ്ട് കാണണം. ശരീരവും മനസ്സും ഈ യോഗയോടൊപ്പം ഉണ്ടാവണം. കാല് ഉയർത്തുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് കാണണം, നമ്മുടെ കാല് ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണണം. കാല് താഴ്ത്തി വയ്ക്കുമ്പോൾ കാല് താണു പോകുന്നു കാണണം. ഓരോ യോഗാസനത്തിനും ഇതുപോലെ മനസ്സ് ശരീരത്തോടൊപ്പം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ യോഗാസനാവുള്ളൂ. അല്ലെങ്കിൽ വെറും എക്സസൈസ് ആയിട്ട് ഇത് അതപ്പതിച്ചു പോകും. രണ്ടാമത് ചെയ്യണത് 2 കാല് ഉയർത്തുകയാണ്. മേരുദണ്ഡാസനം എന്ന് പറയും. 2 കാല് ഉയർത്തുക ചെയ്യണത്. സാവധാനം കാല് ഉയർത്തണം, സാവധാനം കാല് വെക്കണം. നിങ്ങൾ പലരും പെട്ടെന്ന് കാല് കീഴ്പോട്ട് ഇടുക ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാല് വയ്ക്കുമ്പോൾ നമ്മളുടെ വയറിലൊരു പിടുത്തം വരണം, മസിൽസിന്. കാലിനെ നമ്മളൊരു വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കുക അവിടെ ചെയ്യണത്.
വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ സാവധാനം ഉയർത്തുകയും സാവധാനം കാല് വയ്ക്കണം. ഇത് നമുക്കൊരു 20 പ്രാവശ്യം ചെയ്യാം. കുറഞ്ഞ 10 പ്രാവശ്യമെങ്കിലും ദിവസവും ചെയ്യുക. വീണ്ടും റെസ്റ്റ് എടുക്കുക. ഇനി നമുക്ക് ചെയ്യാവുന്ന യോഗാസനം, ഇപ്പൊ കാല് ഉയർത്തി ഈ ശരീരം ഉയർത്തി കൊണ്ടുവരിക. ഇത് 90 ഡിഗ്രി ഉയർത്താൻ പാടില്ല. ഇപ്പൊ ചെയ്ത പോലെ ഒരു 60 ഡിഗ്രി കാല് ഉയർത്തുകൊണ്ട് ഉയർത്തുക, എങ്കിലേ വയറിന് പിടുത്തം വരുള്ളൂ. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്താൻ, ശ്വാസം വിട്ടുകൊണ്ട് കിടക്കാൻ നമുക്ക്. ഇനി കാലും കൈയും കൂടി ഉയർത്തണം നമുക്ക്. ഓരോരുത്തരുടെ ശരീരപ്രതിനിധിച്ച് ആരോഗ്യമില്ലാത്തവര് ഇത് ചെയ്യണമെന്നില്ല, അല്ലാത്തവർക്ക് ഇതും ചെയ്യാം. ഇത് വയറ് കുറയ്ക്കാൻ നല്ലതാണ്, പാൻക്രിയാസിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്, അതുപോലെ സെക്ഷൽ ഡിസോർഡർ ലൈംഗിക ശേഷി കുറവ് പരിഹരിക്കാൻ നല്ലതാണ്. ഉദരമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യോഗാസനങ്ങളെല്ലാം. ഇനി നമ്മൾ ചെയ്യണത്, കാല് ഉയർത്തി ഇടത് കാല് ഉയർത്തിയിട്ട് ഇടത് കൈ കൊണ്ട് പിടിക്കും, വലത് കാല് ഉയർത്തി വലത് കൈ കൊണ്ട് പിടിക്കും. എന്നിട്ട് ശരീരം തലയൊക്കെ ഉയർത്തിയിട്ട് നമ്മുടെ പുറം മാത്രം നിലത്ത് കൊട്ടിട്ട് ഇങ്ങനെ കിടക്കും. ഒരു 10 ബ്രീത്ത് ചെയ്യാൻ നോക്കും. ശരീരം പരമാവധി വലിച്ചകത്തണം, കാലും ശരീരം. ന്യൂറോപ്പതി പരിഹരിക്കാൻ വളരെ നല്ല ആസനമാണ്. ഞരമ്പുകളും നാടികളും വലിഞ്ഞു മുറുകും. നമുക്കൊരു 4-5 പ്രാവശ്യം ചെയ്യാം. 10 ബ്രീത്തിങ് ചെയ്യണം. അതിനുശേഷം ശ്വാസം എടുത്തിട്ട് ശ്വാസം വിട്ടുകൊണ്ട് വേണം കാലുകൾ കീഴെ കൊണ്ടുവയ്ക്കാൻ. അടുത്ത് ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മടക്കി നമ്മുടെ ചെസ്റ്റിനോട് ചേർത്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് താട കൊണ്ടുവന്ന് മുട്ടയിൽ മുട്ടിച്ചു. ശ്വാസം എടുത്തുകൊണ്ട് തല കീഴെ കൊണ്ടുവച്ചു, ശ്വാസം വിട്ടു, ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തി കീഴെ കൊണ്ടുവച്ചു. വീണ്ടും വലത് കാല് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് ചെസ്റ്റിനോട് ചേർത്തു, ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നമ്മളുടെ താളം നിലത്ത് മുട്ടയിൽ മുട്ടിച്ചു. ആ പൊസിഷനിൽ ഒരു 2 സെക്കൻഡ് നിൽക്കും നമ്മൾ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ തല കൊണ്ടുവച്ചു, ശ്വാസം വിട്ടു, ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് കാല് കൊണ്ടുവച്ചു. ഇത്രയുള്ളൂ. എല്ലാ യോഗാസനത്തിന്റെയും ആ യോഗാസനത്തിന്റെ പൂർത്തിയിൽ എത്തുമ്പോൾ സ്വല്പം നേരം നമ്മൾ ആ സ്ഥിതിയിൽ നിൽക്കണം. അതിനുശേഷം വേണം നമ്മൾ റിലീസ് ചെയ്യാൻ. ഇപ്പൊ ഈ തല ഉയർത്തിയത് എല്ലാവരും ചെയ്യണമെന്നില്ല. ഇപ്പൊ കഴുത്തിന് വേദന ഉള്ളവർ തല ഉയർത്തൽ ചെയ്യണ്ട. അല്ലാത്തവർക്ക് തല ഉയർത്തിക്കൊണ്ടുവന്ന് താഴെ നിലത്ത് പോത്താം. ഇനിയിപ്പോ ഇതുപോലെ 2 കാലിലും ചെയ്യാൻ നോക്കും. ഒരു കാലം ചെയ്തോണ്ട് 2 കാലിലും പിടിച്ചു. പിന്നെ തല കൊണ്ടത് ശ്വാസം എടുത്തുകൊണ്ട് തല കൊണ്ടുവച്ചു, ശ്വാസം വിട്ടു, ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് കൊണ്ടുവച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൈ ചുരുട്ടി 2 സൈഡിലും വെക്കണം, എങ്കിലേ കൈന് ബലം കിട്ടുള്ളൂ. അടുത്തത് സൈക്ലിംഗ് ആണ്.
സൈക്കിളിങ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചെയ്യണം. ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്. വലിയ വൃത്തത്തിൽ കാലുകൊണ്ട് ചവിട്ടണം. ഇങ്ങനെ ആദ്യം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്, പിന്നെ ക്ലോക്ക് വൈസ്. ഒരു 30 നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. സേതുബന്ധാസനമാണ്. ഡാം പോസ് എന്ന് പറയും. കാല് ഉയർത്തിയിട്ട് കാലിൽ പിടിച്ചിട്ട് നമ്മളുടെ ബട്ടക്സ് പൃഷ്ഠഭാഗം ഉയർത്തി ഒരു കാല് പോയ ബെഞ്ച് കിടക്കുന്ന പോലെ കിടക്കും നമ്മൾ. ഇത് പാൻക്രിയാസിനെ വളരെയധികം ഉത്തേജിപ്പിക്കാൻ നല്ലൊരു യോഗാസനമാണ്. അതുപോലെ വയറിലൊക്കെയുള്ള ബ്ലഡ് മുഴുവൻ നമ്മുടെ ശിരസിലേക്ക് ഒഴുകും. അതുകൊണ്ട് ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ രോഗങ്ങളെല്ലാം കുറച്ചു കൊണ്ടുവരാൻ നല്ലൊരു പോസാണ് ഡാം പോസ്. അടുത്ത് വജ്രാസനമാണ്. കൈയും കാലും കുത്തി ശരീരത്തെ വളർത്തി വലിച്ച് ഒരു അർദ്ധവൃത്താകൃതി നിർത്തുക. നട്ടെല്ല് ഉള്ളിലേക്ക് വലിക്കാൻ നല്ല ആസനമാണ്. യൗവനം നിലനിർത്താൻ പറ്റിയ ആസനമാണ്. കൂഞ്ഞു മാറിന്റെ ആസനമാണ്. അതുപോലെ ന്യൂറോപ്പതി കുറയ്ക്കാൻ ഏറ്റവും പറ്റിയ ഒരു ആസനമാണ്. അതിൽ നമ്മൾ കൈ എടുത്തുകൊണ്ട് നമ്മളുടെ തോളിന്റെ ഭാഗത്ത് കൈ പതിക്കും. കാലുകൾ കൊണ്ടുവന്ന് തുടയോട് ചേർത്ത് വയ്ക്കും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വളയും. ഇപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം നട്ടലിന് മുമ്പോട്ടും നട്ടിന് പിന്നോട്ടും വിളയ്ക്കുന്ന ആസനങ്ങളാണ്. ഇനി നമുക്ക് നട്ടലിന് സൈഡിലേക്ക് കൂടി വളച്ചാലാണ് ഈ ആസനം പൂർത്തി വരുള്ളൂ. അതുകൂടി ചെയ്യാം. കൈ നമുക്കിനെ കത്തി വയ്ക്കാം. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ വലത് സൈഡിലേക്കും തലയുടെ സൈഡിലേക്കും പോകും. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരും. അങ്ങനെ കിടന്ന് നമുക്കൊരു 5-10 ബ്രീത്ത് ചെയ്യാം. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് വന്നാൽ മതി. ശ്രദ്ധിക്കേണ്ടത് കാല് പോകുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് പോകണം, വരുമ്പോൾ എടുത്തുകൊണ്ട് വരണം. ഇടയ്ക്ക് ഒരു 8-10 പ്രാവശ്യം നമുക്ക് നോർമൽ ബ്രീത്ത് ചെയ്യാം. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കിടക്കാം.
ഇതുകൊണ്ട് മത്സ്യാസനമാണ്. മത്സ്യാസനം ഒന്ന് എഴുന്നേറ്റ് നോക്കുക, ശ്വാസം എടുത്ത് നോക്കുക. അതിനുശേഷം നമ്മളുടെ തല നിലത്ത് കുത്തിയിട്ട് നമ്മൾ ചെസ്റ്റിന്റെ ഭാഗം ഉയർത്തുക. തൈറോയിഡിന്റെ പ്രശ്നം പരിഹരിക്കാൻ നല്ലൊരു ആസനമാണ്. ഇതിങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. കിടന്നതിന് ശേഷവും നമുക്ക് തലയുയർത്തി ചെയ്യാം. ഇത്രയാണ് നമ്മൾ സാധാരണ മലന്ന് കിടന്ന് ചെയ്യുന്ന യോഗാസനങ്ങൾ. ഇനി കമന്ന് കിടന്നിട്ടുള്ള കൂടി ചെയ്യാം. ആദ്യം ഇതുപോലെ കാല് ഉയർത്താം. മുട്ടുമടക്കാതെ കാല് ഉയർത്തുക. ഓരോ കാലും മാറി മാറി നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്താം, ശ്വാസം വിട്ടുകൊണ്ട് വയ്ക്കാം. ഈ നൂറൊപ്പത് കാല് നൂറൊപ്പത് മാറാൻ വളരെ നല്ലതാണ്. ഈ രണ്ട് കാലം ഒപ്പം ഉയർത്താം. ശലഭാസനം. കൈകൾ രണ്ടും കൊണ്ടുവന്നിട്ട് ചുരുട്ടി അവിടെ തൊടയുടെ ഭാഗത്തോട്ട് വയ്ക്കുക, വിളമ്പിക്കുക. എന്നിട്ട് കാല് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് വയ്ക്കുക. ഇത് നമുക്ക് 4-5 പ്രാവശ്യം ചെയ്യാം. ഈ സെക്സ്വൽ ഡിസ്ഫങ്ഷൻ ലിംഗശേരി കുറയ്ക്കാൻ നല്ലതാണ്. പാങ്ക്രിയാസ്, രക്തം നല്ലതാണ്. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, ഹെർണിയ, പ്രോസ്റ്റേറ്റ് തുടങ്ങിയ വരാതിരിക്കാൻ നല്ലതാണ്. ഉള്ളവർ ചെയ്യണ്ട. വളരെയധികം പ്രയോജനമുള്ളതാണ് മത്സ്യാസനം. ഇടത് കൈ കൊണ്ട് ഇടതുകാലെ പിടിക്കുക, വലത് കൈ വലതുകാലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ശരീരം ഉയർത്തി വയറ് മാത്രം നിലത്ത് തൊട്ട് കിടക്കുക. നമ്മൾ കമഴ്ന്നിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഈ പോസിന് കേൾക്കാം. മകരാസനം എഴുന്നേറ്റ് എടുക്കുകയാണ് നല്ലത്. പിന്നെ ശാന്തമായിട്ട് ഇങ്ങനെയും കിടക്കാം. ഇത് ശിശുവാസനം. ശിശുക്കൾ കിടന്നാലും ഇങ്ങനെ കിടക്കും. ടെൻഷൻ കുറയാതെ നല്ലതാണ്. പിന്നെ കൊണ്ട് നിൽക്കാൻ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് യോഗാസനം കഴിയുമ്പോൾ ഇങ്ങനെ 10 മിനിറ്റ് കിടന്നിട്ട് നമുക്ക് എഴുന്നേറ്റുകൾ നല്ലതാ. അങ്ങനെ കിടന്നിട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആസനമാണ് ഭുജംഗാസനം. ഭുജംഗാസനം പാമ്പ് പത്തിയെടുത്തതുപോലെ ഇരു കൈകളും നമ്മുടെ ഈ സ്ഥലങ്ങളുടെ മുലയുടെ ഭാഗത്തുകൊണ്ടിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ആദ്യം നമ്മളുടെ ഉദരം വരെയുള്ള ഭാവം ഉയർത്തുക. മുകളിലേക്ക് നോക്കുക.
ശ്വാസം വിട്ടുകൊണ്ട് കിടക്കുക. ഇത് 8 ചെയ്യാം. പിന്നെ രണ്ടാമത്തെ വെർഷൻ നമ്മുടെ വയറ് ഉൾപ്പെടൽ ഭാഗം ഉയർത്തുന്നു. രണ്ട് യോഗാസനമാണ്. രണ്ട് നമ്മൾ പ്രത്യേകം ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്ത ലൗകികാസനം ഇത് രണ്ടും ചെയ്ത ശേഷമാണ്. ആദ്യം കിടന്നിട്ട് കാല് ഉയർത്തുക, പിന്നെ ഇതുപോലെ ഭുജംഗാസനത്തിന് ശേഷമാണ് ആദ്യം നമ്മൾ ചെയ്ത യോഗാസനം ചെയ്യേണ്ടത്. ഈ യോഗാസനം ശരിക്കും കാലിനെ പിടിച്ച് വലിക്കണം. കാലിന്റെ കൂച്ചില് ന്യൂറോപ്പതി മാറാനും മുട്ടുവേദന മാറാനൊക്കെ നല്ലതാണത്. ഇതൊരു നല്ല പൊസിഷൻ ഇങ്ങനെ കിടക്കണം. നമുക്കൊരു 8, 10, 20, 30 മിനിറ്റ് കിടക്കാം. വയറിന്റെ പ്രവർത്തനം നല്ലതാണ്. മലബന്ധം കോൺസ്റ്റിപ്പേഷൻ കുറയാൻ നല്ലതാണ്. സെക്സിന്റെ പ്രശ്നം കുറയാൻ നല്ലതാണ്. ഇവിടെ ഒരുപാട് പ്രയോജനമുള്ളൊരു ആസനമാണ്. ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ് വിഷയം കുറയാൻ നല്ലതാണ്. ടെൻഷൻ കുറയാൻ നല്ലതാണ്. താടാസനം, താടയ്ക്ക് വീഴുന്ന കിടക്കും. പിന്നെ ന്യൂറോപ്പതി മാറാൻ മറ്റൊരു എന്തെങ്കിലും ന്യൂറോപ്പതി നോക്കാനുള്ള നല്ല ആസനമാണ്. ഇപ്പൊ നമ്മള് മലന്ന് കിടന്ന് ചെയ്തു, കവന്ന് കിടന്ന് മട്ടലിന് മുമ്പോട്ടും പിറകോട്ടും മുളച്ചു. ഇനി നമ്മൾ സൈഡിലേക്ക് ചെയ്യുക. അനന്താസനം. ഇങ്ങനെ കിടന്നിട്ട് കാലിങ്ങനെ ഉയർത്തണം, നല്ലതാണ്. രണ്ട് സൈഡിലേക്കും ചെയ്യുക. ഇങ്ങനെ നമുക്കൊരു 10 മിനിറ്റ് കിടക്കാം. തലയ്ക്ക് കൈ കൊടുക്കും. പണ്ടൊക്കെ നമുക്ക് കിടന്നോണ്ടിരുന്നതാണ്. ഇടതായി വലത് ഭാഗത്തേക്ക് കുത്തി സാവധാനം എഴുന്നേക്കും. അപ്പൊ സാധാരണഗതിയിൽ നമുക്കുള്ള കിടന്നുകൊണ്ടുള്ള യോഗാസനങ്ങൾ തീർന്നു. ധാരാളം യോഗാസനങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും പഠിച്ച് ഇത് നമ്മളുടെ പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ഒരു പരിധിവരെ മതിയാവുന്നതാണ്. എല്ലാവർക്കും